Hi students, welcome to Rujuvan PSK Daily Classes. ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം, ലൈറ്റ് വരുന്നു, സ്ലിറ്റിലൂടെയോ അല്ലെങ്കിൽ പിൻ ഹോൾസിലൂടെയോ കടത്തി വിടുന്നു, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കിന് പറയുന്ന പേര് ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് എന്നാണ്. കാരണം ഒരു സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടുകളെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് നമ്മളവിടെ അഡോപ്റ്റ് ചെയ്തത്. ഒരു പുതിയ ടെക്നിക്ക് കൂടെ പറഞ്ഞുതരാം. ആക്ച്വലി ഇത് ഡയറക്റ്റ് സിലബസിലില്ല, എന്നാലും ചോദിക്കാം. കാരണം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടുപരിചയമുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റോഡിൽ ഓയിൽ പോയി വല്ല വണ്ടികളിൽ നിന്നൊക്കെ ലീക്ക് ചെയ്തിട്ടുള്ള ഓയിൽ സ്പ്രെഡായി കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വന്ന് വീണ് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോൾ ഓയിൽ ഫിലിം കളേർഡായിട്ട് കാണാറുണ്ട്. തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ നമ്മൾ CD DVD ഉണ്ടല്ലോ, DVD ആ ലെയറിൽ തട്ടി ലൈറ്റ് വരുമ്പോൾ നമുക്ക് കളേർഡായി തോന്നാറുണ്ട്. അങ്ങനെ കുറേ നിങ്ങൾ അതിൻ്റെ ആ ഇമ്പാക്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, തിൻ ഫിലിം ഇൻ്റർഫറൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് തിൻ ഫിലിം ഇൻ്റർഫറൻസ്. ഓക്കെ, സെയിം ലൈറ്റ് റേ AB. ഇതൊരു ഓയിൽ ഫിലിമാണ്, എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തിക്നെസ്, ഓയിൽ ഫിലിമിൻ്റെ തിക്നെസ് T തിക്നെസ് ഉള്ള ഓയിൽ ഫിലിം. ഓയിൽ, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ. ഇത് എയർ ആണെന്ന് വിചാരിച്ചു, എയർ ഓർ വാക്വം. ഇവിടെ അത് എയർ ഓർ വാക്വം. എയർന്ന് എടുത്തോളൂ, എയർന്ന് ഓയിലിലോട്ട്. അപ്പോൾ റെയർ എർ ടു ഡെൻസർ മീഡിയം. ഓക്കെ, ഈ ലൈറ്റ് റേ ഇവിടെ വന്ന് വീണു. ഒരു സെർട്ടൈൻ എമൗണ്ട് ലൈറ്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് റേ 1 കൊടുക്കാം. 1 റിഫ്ലക്റ്റഡ് റേ ആണ്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓയിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മീഡിയമാണ്. അതുകൊണ്ട് ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യുമെങ്കിലും ഒരു മേജർ പാർട്ട് റിഫ്രാക്റ്റ് ചെയ്ത് അടിയിലേക്ക് എത്തി. റിഫ്രാക്റ്റ് ചെയ്തു. ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ലോവർ ലെയറിൽ വന്നു. ലോവർ ലെയർ എന്ന് പറയുമ്പോൾ ഇനി താഴെ എയറാണ്. വാട്ട് ഹാപ്പൻസ്? ഒരു പാർട്ട് ലൈറ്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. കുറച്ച് ലൈറ്റ് പുറത്തോട്ട് വരുമായിരിക്കാം, അതാ ഇങ്ങനെ പോകുമായിരിക്കാം. തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. വന്ന ലൈറ്റിൽ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും, അതായത് റിഫ്രാക്റ്റ് ചെയ്യും. ഈ സെർട്ടൈൻ പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു, വീണ്ടും ഇവിടെ എത്തിയാൽ എന്ത് സംഭവിക്കും? സെർട്ടൈൻ പെർസെൻറ്റേജ് അവിടെ നിന്ന് റിഫ്രാക്റ്റ് ചെയ്ത് പുറത്തോട്ട് വരും. പിന്നെ കുറച്ച് എമൗണ്ട് താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും വരാം, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് പുറത്തോട്ട് വരാം, കുറച്ച് ലൈറ്റ് അവിടുന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യാം. ഈ ഓയിൽ ഫിലിം ആണെങ്കിൽ ഓയിൽ ഫിലിമിനകത്ത് ലൈറ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് പുറത്തോട്ട് വരുമ്പോൾ ആ ലൈറ്റ് ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലൈറ്റ് വരുന്നു, ലൈറ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് വരുന്നു, കുറേ ലൈറ്റ് പുറത്തോട്ട് വരുന്നു. ഈ പുറത്തോട്ട് വരുന്ന ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ഫിലിം കളേർഡായിട്ട് തോന്നും. കളേർഡായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് ലൈറ്റ് ആണെങ്കിലാണ് കളേർഡായിട്ട് വരുന്നത്. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ പഠിച്ചതുപോലെ ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും എല്ലാം ഫോം ചെയ്യും നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ. ഓക്കെ, നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം റിഫ്രാക്ഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. റിഫ്ലക്ഷനാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വരുന്നു. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ. എ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. So this again R. A little amount of light will be reflected and to the same medium, air. This is ray number 2. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോക്കൂ, ഈ ഒരു പോയിന്റും ആരായിട്ട് ബിഹേവ് ചെയ്യും? എഗെയിൻ ഹൈജൻസ് തിയറി പ്രകാരം പോയിന്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. അവിടെ നിന്ന് വേവ് ഫ്രണ്ട്സ് വരും. ഈ വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഈ ഓവർലാപ്പിംഗ് വിൽ റിസൾട്ട്സ് ഇൻ സം പാറ്റേൺ, ദാറ്റ് ഈസ് തിൻ ഫിലിം ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ലൈറ്റ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കാണണം. അപ്പോൾ ഓർമ്മയ്ക്ക്, ഇവിടെ ഇൻ്റർഫറൻസ് നടക്കാൻ കാരണം നോക്കൂ, ഇതിൻ്റെ വേവ് ലെങ്ത്തും ഈ താഴേക്ക് വന്ന് ഇവിടെ വന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ വേവ് ലെങ്ത്തും സെയിമാണ്.
അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ രണ്ട് ലൈറ്റ് റേസും ഡിറൈവ് ചെയ്തത് എവിടുന്നാ? ഈ സോഴ്സിൽ നിന്നല്ലേ. അപ്പോൾ അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സോഴ്സ് ആയത് കാരണം ഒരു പാർട്ട് ഇങ്ങനെയും വന്നു, ഒരു പാർട്ട് താഴെ പോയി തിരിച്ച് ഇങ്ങനെയും വന്നു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും. അതായത് ഈ രണ്ട് ലൈറ്റുകൾ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനും ചാൻസ് ഉണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറയും, ഇവിടെ ഉപയോഗിച്ച പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് അല്ല, പകരം ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആകെ വന്ന എനർജിയുടെ ഒരു പാർട്ട് ഇങ്ങനെയും വന്നു, ബാക്കിയുള്ള പാർട്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് അബ്സോർപ്ഷൻ നടക്കാം, അടുത്ത മീഡിയത്തിലേക്ക് പോകാം, അതൊക്കെ തൽക്കാലം വിട്ടേക്കൂ. എന്തായാലും ഇവിടെ ഇവർ രണ്ടുപേരും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സോഴ്സ് നിന്നായതുകൊണ്ട് അവരെ വേണമെങ്കിൽ ആ ലൈറ്റ് റൈസ് വരുന്നത് കൊഹറന്റ് സോഴ്സുകളിൽ നിന്നാണെന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ എന്താ? ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? ഇനി നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് പോകാം. ഓക്കെ, യെസ്, നോക്കൂ, ഇൻസിഡൻറ്റ് റേ എ ബി ഈസ് ദ ഇൻസിഡൻറ്റ് റേ. റിഫ്ലക്റ്റ് ചെയ്തു, താഴേക്ക് വന്നു ബി സി, സി ഡി, അങ്ങനെ പുറത്തോട്ട് വന്നു. നമ്മൾ തൽക്കാലം ഈ രണ്ട് റേസിനെ കുറിച്ച് മാത്രം ബോധർ ചെയ്യാം. രണ്ട് റേസ് അല്ല, വേവ് ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടും ഇവിടെ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട്സും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് the path difference between these two light rays. How we can find the path difference? Delta x equal to okay, this length plus this length, BC plus CD. ഈ ലൈറ്റ് റേ ട്രാവൽ ചെയ്ത ജോമെട്രിക് ലെങ്ത് ആണ് BC plus CD. പക്ഷെ നമുക്കറിയാം മീഡിയം എന്ന് പറയുമ്പോൾ ഓയിൽ ആയത് കാരണം നമ്മൾ അവിടെ എന്തെടുക്കണം? അതിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത് എടുക്കണം. അതുകൊണ്ട് അതിനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ്, നോക്കൂ, ഇവൻ ഇവിടുന്ന് വന്ന് ഇങ്ങനെ വന്നു, മറ്റാളാ സമയം കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് BL എടുക്കണ്ടേ പാത്ത് ഡിഫറൻസ് കിട്ടാൻ? അതായത് റേ 1ഉം ഈ റേ 2ഉം തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇവൻ ട്രാവൽ ചെയ്ത ഈ ലെങ്ത്, അതിന് ജോമെട്രിക് ലെങ്ത് പോരാ, ഒപ്റ്റിക്കൽ ലെങ്ത്. അതുകൊണ്ടാണ് ഇൻറ്റു മ്യൂ മൈനസ് BL. ഈ BL എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒപ്റ്റിക്കൽ ലെങ്ത്തും ജോമെട്രിക് ലെങ്ത്തും സെയിം ആ, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി 1. ഓക്കെ, സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു നമുക്കിത് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times BC ഇൻറ്റു മ്യൂ മൈനസ് BL. എന്തുകൊണ്ടാണ് 2 times BC? ഈ BC എന്ന് പറഞ്ഞ ലെങ്ത്തും CD എന്ന് പറഞ്ഞ ലെങ്ത്തും സെയിം അതുകൊണ്ടാണ്. ഓക്കെ, ഈ ട്രയാങ്കിളിലേക്ക് നോക്കാം. കോസ് ആർ ഈക്വൽ എന്ന് വരും. കോസ് ആർ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ T ഡിവൈഡഡ് ബൈ BC. സോ T ഈക്വൽ ടു, സോറി, നമുക്ക് BC അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. BC ഈക്വൽ ടു വട്ട് ഈസ് BC ഹിയർ? BC ഈക്വൽ ടു T ഡിവൈഡഡ് ബൈ കോസ് ആർ. ഇത് നിങ്ങൾ ഓർമ്മിക്കണം, കാരണം നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഓക്കെ, നൗ നമുക്ക് ആ BL കണ്ടുപിടിക്കണം. ഈ ആംഗിൾ I എന്ന് മാർക്ക് ചെയ്തു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കാരണം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് I ആണെങ്കിൽ അതിൽ നിന്നും നമുക്ക് സൈൻ I ഈക്വൽ എന്ന് എഴുതാം. സൈൻ I ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BL ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് ഉണ്ടല്ലോ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് BM പ്ലസ് MD ഓർ 2 times BM എന്ന് എഴുതാം. റീസൺ, ഈ ലെങ്ത്തും സെയിം ആയതുകൊണ്ടാണ് 2 times BM എന്ന് എഴുതിയത്. ഓർ നെക്സ്റ്റ് സ്റ്റെപ്പ്, BL ഈസ് ഈക്വൽ ടു 2 times BM ഇൻറ്റു സൈൻ I. ക്ലിയർ അല്ലേ? 2 times BM ഇൻറ്റു സൈൻ I. നെക്സ്റ്റ് സ്റ്റെപ്പ്, BL ഈസ് ഈക്വൽ ടു 2 times BM എന്ന് പറയുമ്പോൾ BM എന്താ? ഇതല്ലേ, ഈ ലെങ്ത് അല്ലേ? ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് tan R ഈക്വൽ എന്ന് എഴുതാം. tan R ഈക്വൽ ടു ഈസ് ഈക്വൽ ടു T ഇൻറ്റു tan R ഇൻറ്റു സൈൻ I can be replaced by mu sin R, because നിങ്ങൾക്ക് അറിയാം sin I by sin R is mu.
ഈ രണ്ട് സർഫസുകൾക്കിടയ്ക്ക് നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ആ ബി എല്ലിൻ്റെ വാല്യൂ എങ്ങനെ വരും? 2t ഇൻറ്റു tan r നമുക്ക് sin r ഡിവൈഡഡ് ബൈ cos r എന്ന് എഴുതാം. cos r ഇൻറ്റു മ്യൂ sin r എന്ന് വരും. സോ ബി എല്ലിൻ്റെ വാല്യൂ പറയാം. ബി എൽ ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി സൈൻ സ്ക്വയർ ആർ ബൈ cos r. ഇതാണ് ബി എല്ലിൻ്റെ വാല്യൂ. ഈ വാല്യൂ നമുക്കിതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെ പാത്ത് ഡിഫറൻസ് കാണും? ഈ വരുന്ന റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ റേ ഇങ്ങനെ പോയി ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ആണ് ജോമെട്രിക് ലെങ്ത്. അതിനെ ഒപ്റ്റിക്കൽ ലെങ്ത് ആക്കാനാണ് മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇയാളുടെ ലെങ്ത് എടുക്കുമ്പോൾ ബി എൽ മാത്രം മതി, കാരണം അത് വാക്വം ആയത് കാരണം ഒപ്റ്റിക്കൽ ലെങ്ത്തും ജോമെട്രിക് ലെങ്ത്തും സെയിം ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ബി സി കണ്ടുപിടിച്ചു, ഒപ്പം നമ്മൾ ബി എല്ലും കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബി സി പ്ലസ് സി ഡി, അതായത് 2 ടൈംസ് ബി സി. ഇപ്പോൾ 2 ടൈംസ് മ്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 മ്യൂ ടി ബൈ കോസ് ആർ മൈനസ് ബി എല്ലിൻ്റെ വാല്യൂ 2 മ്യൂ ടി സൈൻ സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ. ക്ലിയർ അല്ലേ മാത്തമാറ്റിക്സ്? സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2 മ്യൂ ടി ബൈ കോസ് ആർ കോമൺ ആണ് ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ആർ. ക്ലിയർ അല്ലേ? 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസ് സ്ക്വയർ ആർ ആണ്. കോസ് സ്ക്വയർ ആറിലെ ഒരു കോസ് ആറും ഡിനോമിനേറ്ററിലെ ഒരു കോസ് ആറും കൂടെ ക്യാൻസലായി പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക? ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ ഇൻറ്റു കോസ് സ്ക്വയർ ആർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. ഈ ഡെറിവേഷൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഓഫ് ദ ബുക്ക്. നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ റേ ഓപ്റ്റിക്സ് പഠിച്ചതുമാണല്ലോ, അതുകൊണ്ടൊന്ന് ഡിറൈവ് ചെയ്തേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റുഡൻസ് അത് സിംപ്ലി ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ ഈസ് ദ പാത്ത് ഡിഫറൻസ്. ക്ലിയർ ആണോ? ഇനി ഇവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർഫിയർ ചെയ്യുന്നത്. ഈ റേയും അല്ലെങ്കിൽ അവരുടെ വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്തു എന്ന് പറയുന്നതാണ് ആപ്റ്റ്. ഇവിടുന്ന് വരുന്ന ഈ റേയുടെ വേവ് ഫ്രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്തു. കാരണം ഈ പോയിന്റിൽ നിന്ന് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ലൈറ്റ് ഇങ്ങോട്ട് മാത്രമല്ല പോവുക, ലൈറ്റ് ഇതാ ഇവിടേക്കും എല്ലാം പോകുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? ഹൈജൻസ് പറയുന്നത്. അതുപോലെ ഇവിടെ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വേവ് ഫ്രണ്ട്സ് വരയ്ക്കുമ്പോൾ ആ വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്തു. അങ്ങനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ശരിക്കും പാത്ത് ഡിഫറൻസ് 2 മ്യൂ ടി കോസ് ആർ പോരാ. എന്താ കാരണം അറിയോ? ഡെൽറ്റ എക്സ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് എന്തായിരുന്നു? ബി സി പ്ലസ് സി ഡി ഓൾ ഇൻറ്റു മ്യൂ മൈനസ് ബി എൽ എന്നല്ല എഴുതിയത്. ഇവിടെ ഒരു ചെറിയ പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈറ്റ് റേ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തില്ലേ? ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു ഡെൻസർ മീഡിയം അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എയർ, ഓയിൽ ഈസ് എ ഡെൻസർ മീഡിയം. അപ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഈ റേ 1 റിഫ്ലക്ട് ചെയ്യുമ്പോൾ there is some additional path difference. എത്രയാണ് അഡീഷണൽ പാത്ത് ഡിഫറൻസ്? മൈനസ് λ/2 ഇവിടെ എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് മൈനസ് λ/2 ഇവിടെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഈ റേ നമ്പർ 1 റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നാണ്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് കൂടെ വരും. നിങ്ങൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ടുണ്ട്. വെൻ എ പ്രോഗ്രസീവ് വേവ് സ്ട്രൈക്സ് ഓൺ എ റിജിഡ് ബൗണ്ടറി ഇറ്റ് റിഫ്ലക്ട്സ്. After reflection, it suffers a phase change pi. Once again, pi. That pi is equivalent to a path difference λ/2. ഈ ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെയും പഠിച്ചിട്ടുണ്ട്. pi is ഈ ചാപ്റ്ററിലല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. pi is equivalent to λ/2. അതുകൊണ്ടാണ് λ/2. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ താഴേക്ക് പോയ അറേക്ക് ഇത് അപ്ലിക്കബിൾ അല്ലേ ചോദിച്ചാൽ അല്ല. കാരണം റിഫ്ലക്ട് ചെയ്യുമ്പോൾ അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഇല്ല. ഇത് എയർ ആണ്. എയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുക, അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്താലും അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഇല്ല. വീണ്ടും റിഫ്രാക്ട് ചെയ്തു, അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ റേ നമ്പർ 1 മാത്രമേ അഡീഷണൽ ആയിട്ടൊരു പാത്ത് ഡിഫറൻസ് കൂടെ വരുന്നുണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം ഡെൻസർ മീഡിയം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ λ/2 എടുത്തതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ എക്സ് ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണ്ട. അപ്പോൾ 2 മ്യൂ ടി കോസ് ആർ മൈനസ് λ/2 ഇസ് ദ എക്സാക്ട് കണ്ടീഷൻ.
ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 mu t cos r മാത്രം പോരാ, ഒരു -λ/2 കൂടെ വരാനുണ്ടായ കാരണം നമ്മളെടുത്ത രണ്ട് റേസ്, റേ നമ്പർ 1, റേ നമ്പർ 2. ഈ റേ നമ്പർ 1 ഓയിൽ മീഡിയം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് പൈ എന്ന് പറഞ്ഞ ഒരു ഫേസ് ഡിഫറൻസ് കൂടെ അവന് വരുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കലി അവന് λ/2 എന്ന് പറഞ്ഞ ഒരു പാത്ത് ഡിഫറൻസ് കൂടെ വരും. എന്നാൽ താഴെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേക്ക് അത് അപ്ലിക്കബിൾ അല്ല, കാരണം അവൻ ഒരു സ്റ്റേജിൽ പോലും പിന്നെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? സോ this is the expression for path difference between light ray number 1 and light ray number 2. Now we can discuss the condition for brightness and darkness. 2 mu t cos r minus λ/2 ആണല്ലോ path difference. It is equal, നിങ്ങൾ യങ്സ് ഡബിൾ സ്ലിറ്റിൽ പഠിച്ചതുപോലെ n lambda is the condition for brightness. n lambda is the condition for brightness. അതായത് ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ λ, 2 λ, 0 λ, 2 λ, 3 λ, 4 λ വന്നാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 2 mu t cos r is equal to n lambda plus λ/2. So 2 mu t cos r is equal to 2n plus 1 into λ/2. 2 mu t cos r is equal to 2n plus 1 into λ/2. ഒരു ബെറ്റർ നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തോ. 2 mu t cos r minus λ/2 is the path difference. It is equal to n lambda is the condition for brightness. മറ്റത് അയ്യോ 2n plus 1 into λ/2 ആണോ ബ്രൈറ്റ്നസിൻ്റെ കണ്ടീഷൻ? അല്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഈ λ/2 അപ്പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്താൽ മതി. 2 mu t cos r minus λ/2 equal to n lambda is the condition for brightness. ക്ലിയർ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ട് മാറും. ഇനി നമുക്ക് ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ പറയാം. ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 2 mu t cos r minus λ/2 ആണ് പാത്ത് ഡിഫറൻസ്. അതിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആവണം? 2n plus 1 into λ/2 ഈക്വൽ ആവണം. ക്ലിയർ അല്ലേ? അപ്പോൾ 2 mu t cos r is equal to 2n plus 1 into λ/2 plus λ/2 എന്ന് വന്നു. ഇതിനെ നമുക്ക് 2 mu t cos r is equal to 2n plus 1 into λ/2. അപ്പോൾ n plus 1 into λ എന്ന് വരും. ശരിയല്ലേ? 2 കട്ടാവും. യെസ്, 2n plus 1. n എന്ന് പറയുമ്പോൾ ഒരു ഓൾ നമ്പറാണ്. അപ്പോൾ n plus 1 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ വീണ്ടും 2 mu t cos r is equal to എന്ത് എഴുതാൻ പറ്റും? n λ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2 mu t cos r is equal to n λ is the condition for darkness. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെ പഠിച്ചോ? 2 mu t cos r minus λ/2 is the path difference. When it is equal to n lambda, it is the condition for brightness. When it is equal to 2n plus 1 into λ/2, it is the condition for darkness. പിന്നെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ റിസൾട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാത്ത് ഡിഫറൻസ് 2 mu t cos r മൈനസ് λ/2 ആണ്. അത് n ലാംഡയോട് ഈക്വൽ ആയാൽ ബ്രൈറ്റ്നസ്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2n plus 1 into λ/2, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ക്ലിയർ? പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം ആ ഇക്വേഷൻസ് ഓർമ്മിക്കണം. എന്തായാലും നിങ്ങൾ അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് വിട്ടേക്കൂ, കാരണം കുറച്ച് ലെങ്തിയാണ്, നിങ്ങളുടെ NCERT ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രോബ്ലംസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഫ്ലക്റ്റഡ് റേസിൻ്റെ ഇൻ്റർഫറൻസ് ആണ്. ഇതിലിപ്പോൾ ഈ വരുന്ന റേ റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് വരാം. അപ്പോൾ ഈ ഒരു പോയിന്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും അവൻ റിഫ്ലക്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് അവൻ പുറത്തോട്ട് വരാം. അപ്പോൾ റേ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ 4 എന്ന് മാർക്ക് ചെയ്യാം. ഇവർ തമ്മിലും ഇൻ്റർഫറൻസ് നടക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പാത്ത് ഡിഫറൻസ് കണ്ട് കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ മാത്രമല്ല, ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന റേസിന് തമ്മിലും എന്ത് നടക്കാം? ഇൻ്റർഫറൻസ് നടക്കാം. കാരണം ഇവന്മാർ രണ്ടുപേരും വരുന്നത് കൊഹറൻറ്റ് സോഴ്സ് പോലെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇതെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സോഴ്സ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഫ്ലക്റ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ബാക്കി നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ, ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത തെൻ ഫിലിം ഇൻ്റർഫറൻസ് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനൊരു പ്രോബ്ലം ചെയ്യാം. A soft film is illuminated by white light incident at an angle 30 degree. The reflected light is examined by, see, the reflected light. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതും റിഫ്ലക്റ്റഡ് ലൈറ്റിനെ കുറിച്ചാണ്.
റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് എക്സാമിൻഡ് ബൈ എ സ്പെക്ട്രോസ്കോപ്പ്. സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രീൻ എന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ, സിംപ്ലി സ്ക്രീൻ. കാരണം ഈ വരുന്ന ലൈറ്റ് റേസ് നമ്മളെ ഇൻ്റർഫറൻസ് പാറ്റേൺ അനലൈസ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇൻ വിച്ച് ഡാർക്ക് ബാൻഡ് കറസ്പോണ്ടിങ് ടു എ വേവ് ലെങ്ത് ഡാർക്ക് 600 ആങ്സ്ട്രം ഈസ് ഫൗണ്ട്. Refractive index of the film is 1.33. Thickness of the film is about, see, dark band. Dark band means destructive interference, not constructive. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച കണ്ടീഷൻ ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ എഴുതണം. എന്തായിരുന്നു ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ? 2 mu t cos r മൈനസ് λ/2 അല്ലേ പാത്ത് ഡിഫറൻസ്. ആ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആവണം? 2n+1 ഇൻറ്റു λ/2 വരണം. 2n+1 ഇൻറ്റു λ/2 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 mu t cos r ഈസ് ഈക്വൽ ടു, നമ്മൾക്ക് നേരത്തെ എഴുതിയിരുന്നു നമ്മൾ n+1 ഇൻറ്റു λ എന്നും. n+1 എന്ന് പറയുമ്പോൾ അതൊരു ഓൾ നമ്പർ ആണ്. അപ്പോൾ നമുക്കതിന് 2 mu t cos r ഈസ് ഈക്വൽ ടു n λ എന്ന് എഴുതാം. ഓർമ്മിക്കുക, 2 mu t cos r ഈസ് ദ കണ്ടീഷൻ ഫോർ 2 mu t cos r ഈസ് ഈക്വൽ n λ ഈസ് ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഈ പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചാൽ തിക്നെസ് ഓഫ് ദ ഫിലിം ഈസ് എബൌട്ട് തിക്നെസ്. യു വാണ്ട് ടു ഫൈൻഡ് ടി. സോ 2 mu t cos r equal to n lambda or t is equal to n lambda divided by 2 mu cos r. t is equal to n-ൻ്റെ വാല്യൂസ് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. എന്തായാലും n-ൻ്റെ വാല്യൂ 0 അല്ല, കാരണം തിക്നെസ് 0 അല്ലല്ലോ. അപ്പോൾ n-ൻ്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം. നമുക്ക് സേ 1 കൊടുക്കാം. 1 ഇൻറ്റു ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് 600 ആങ്സ്ട്രം. സോ 600 ഇൻറ്റു 10⁻⁻10 ബൈ 2 ഇൻറ്റു മ്യൂ തന്നിട്ടുണ്ടോ? റിഫ്ലക്റ്റഡ് ലൈറ്റ് സോപ്പ് ഫിലിമാണ് കേട്ടോ. സോപ്പ് ഫിലിം, നമ്മൾ നേരത്തെ ഓയിൽ ഫിലിം എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ സോപ്പ് ഫിലിമാണ്. അതിൻ്റെ തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.33. സോ 1.33 ഇൻറ്റു കോസ് ആർ. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? Yes, 30 degree. Yes, 30 degree. So cos r cos 30. സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിൻ്റെ വാല്യൂ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല എക്സാക്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കണം. സപ്പോസ് എന്നിൻ്റെ വാല്യൂ 1 ഇട്ടത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ഇട്ട് നോക്കാം. വേറൊന്നും ചെയ്യേണ്ടല്ലോ, ആ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് തോന്നുന്ന മിക്കവാറും 1 ഇട്ടാൽ തന്നെ ആൻസർ ആവും. അപ്പോൾ സെക്കൻഡ് ഒന്നുകൂടെ പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 2 mu t cos r മൈനസ് λ/2 ഈസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു λ/2 എടുത്തത്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയതുകൊണ്ട്. ഡിസ്ട്രക്റ്റീവ് ആണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തത്? റിഫ്ലക്റ്റഡ് ബീം ആണെന്ന് അവർ വീണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ കേട്ടോ? ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ യങ്സ് എക്സ്പെരിമെൻറ്റും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓവർ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഓൺവേഡ്സ് നമുക്ക് ഡിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ഹോംവർക്കുകൾ തരാം നിങ്ങൾക്ക്. ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എൻഡിൽ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ബുക്കിൽ കുറച്ച് ഒരു ടഫ് 2 പ്രോബ്ലങ്ങളാണ്. അപ്പോൾ അത് റെഫർ ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഹോംവർക്ക് നമ്പർ 1. 2 coherent point sources S1, S2 are separated by a small distance d shown in figure. Fringes obtained on the screen. നോക്ക്, ഈ ഒരെണ്ണം ഇതാ ഇവിടെയാണ്, ഇതാ ഇവിടെ, ഇതാ ഒരു സോഴ്സ് ഇതാ ഇവിടെ. ഇതാണ് S1 എന്ന് പറഞ്ഞ സോഴ്സ്, ഇതാണ് S2 എന്ന് പറഞ്ഞ സോഴ്സ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ലീനിയർ സെപ്പറേഷൻ d. ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ എന്ത് ടൈപ്പ് ഫ്രിഞ്ച് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ചോയ്സ് ഞാൻ തൽക്കാലം തരുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ഈ 2 സോഴ്സുകൾ ഇവിടെ എന്ത് ടൈപ്പ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. S1 ഇവിടെയും S2 ഇവിടെയും വെച്ചുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഹൈപ്പർബോളിക് കിട്ടും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇവിടെ എന്ത് ടൈപ്പ് പാറ്റേൺ ആണ് കിട്ടുക? ബുക്കുകൾ റെഫർ ചെയ്യുക. IIT ബുക്കുകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ദെൻ ഒരെണ്ണം കൂടെ തരാം. ഓക്കെ, ദ സെക്കൻഡ് ഹോംവർക്ക്. എ മോണോക്രോമാറ്റിക് കൊഹറൻറ്റ് സോഴ്സ് ഈസ് പ്ലേസ്ഡ് ആസ് ഷോൺ. ഇതാ ഇവിടെയാണ് നമ്മുടെ സോഴ്സ് ഇരിക്കുന്നത്. മോണോക്രോമാറ്റിക് കൊഹറൻറ്റ് സോഴ്സ്. മോണോക്രോമാറ്റിക് സോഴ്സ്. സെക്കൻഡറി വേവ്ലെറ്റ്സ് ആർ അവൈലബിൾ ഫ്രം ദ സ്ലിറ്റ്സ് S1, S2.
സ്ലിറ്റ് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. സ്ലിറ്റ് S1 S2 S1 S2. ഓക്കെ. Capital D is given. Capital D is equal 100 small d. This distance is 100 small d. D equal to given 10 raised to minus 2. D equal to 10 to the power minus 2. D. The position of the central maximum on the screen. നമുക്ക് ആ ഏത് പൊസിഷനിലാണ് ചോയ്സ് തന്നിട്ടുണ്ട്, എവിടെയാണ് നിങ്ങൾക്ക് സെൻട്രൽ മാക്സിമം കിട്ടുക? ഈ ഡിസ്റ്റൻസ് ഡി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസും ഡി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 2D എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എവിടെയാണ് സെൻട്രൽ മാക്സിമം കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ടഫ് പ്രോബ്ലം ആണ്, ഒരു JEE മെയിൻ സ്റ്റാൻഡേർഡിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റെഫർ ചെയ്യുക, കണ്ടുപിടിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യണം. ഒരു പോയിന്റ് പറയാനാണ്. അതായത് നിങ്ങൾ ഈ ചാപ്റ്റർ തിയറി പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കാരണം പല കുട്ടികളും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പലരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പഠിച്ചു തുടങ്ങാം. പക്ഷേ ഉറപ്പിച്ച് പറയുകയാണ്, ഈ 3 മാസം ഒരു കാരണവശാലും അല്ല എത്ര ദിവസമാണോ നമുക്ക് ക്ലാസ് ഇല്ലാതെയാണ് കളയരുത്. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ ശരിക്കും കേട്ടോ. കാരണം നമുക്കിപ്പോൾ സ്കൂൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയ്യോ 3 മാസം പോയല്ലോ എന്നുള്ള ഫീലിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. കാരണം പോയതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണണം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എന്തുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്ത് തരും. പെട്ടെന്ന് ഇപ്പം നാളെ തന്നെയെന്നല്ല, ഒരു ടൈം തന്നാൽ ഞങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അത്രയും ഏബിളായിട്ടുള്ളവരാണ്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.